Hi friends, welcome back to Friends Kitchen World. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മയോണൈസ് കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മയോണൈസ് കറിയാണ്. അപ്പോൾ നമുക്ക് റൊട്ടിയുടെ കൂടെയും അതുപോലെ ബട്ടൂരിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്, 4 മീഡിയം സൈസ് ഉള്ളിയും അതുപോലെ 3 തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ മയോണൈസ് 2 മുട്ടക്കാണ് ഞാൻ ഇവിടെ മയോണൈസ് എടുക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പ്, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി. പിന്നെ വേണ്ടത് പാലാണ്, ഒരു പാക്കറ്റ് പാലും അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും. ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ മയോണൈസ് നമുക്ക് കുറച്ച് മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം മയോണൈസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി എൻ്റെ സിസിൻ്റെ സ്പെഷ്യലാണ്. അവൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണിത്. അതുപോലെ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തിട്ടൊന്നുമില്ല. ചെയ്ത് ചിക്കൻ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഇതാ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായി ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ വഴറ്റാൻ പോകുന്നത്. നമുക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന്. പക്ഷെ ഞാനിതിൽ ഇത് ചേർത്തിട്ടില്ല. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കാം. ഉള്ളിയും തക്കാളി, പച്ചമുളകൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാലൊഴിച്ചിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ പാല് കുറച്ചായി ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇത് കട്ടിയാകുന്നതിന് നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ അടിച്ചെടുത്തത് ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മയോണൈസ് കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇനി മയോണൈസ് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മയോണൈസ് ഫുള്ളായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മയോണൈസ് കറിയാണ്. ബട്ടൂരിയുടെ കൂടെയും ബട്ടർ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.